ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ചാമ? ഇന്ന് നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോവാണ്. ഞാൻ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഈ ഒരു സംഭവത്തിനെ പറ്റിയായിരുന്നു കേട്ടോ. കാരണം പലരും പല അഭിപ്രായങ്ങളാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണതിനൊന്നും പേടിയില്ല, എന്തെങ്കിലും കയ്പുള്ള സാധനമൊക്കെ കുടിക്കണത് എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പൊ പലരും ചോദിച്ചപ്പോൾ പറഞ്ഞു കയ്പൊന്നുമല്ല, ഭയങ്കര എക്സ്ട്രീം മധുരാണ്. അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഒരു കുപ്പില്ലേ, അതിലേക്ക് 250 ml വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തരും. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഷുഗർ ലെവൽ എന്തോരം വരെ പോകും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. കുറെ പേര് പറഞ്ഞു ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പല ഉണ്ട്. നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? എന്തായാലും നിങ്ങളുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണം കേട്ടോ. ഗ്ലൂക്കോസ് പൊടി. അപ്പം അപ്പൊ നമ്മള് പോവാണ്. നമുക്ക് 9:30-ക്കാണ് അപ്പോയിന്റ്മെന്റ്. 9 മണിയായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ തന്നെ നമ്മളെത്തും. ഒരു അരമണിക്കൂറൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് എത്തും നമ്മളങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാനും കിച്ചാമനും കൂടിയാണ് കേട്ടോ ഗ്ലൂക്കോസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ EMCയിലാണ് കാണിക്കുന്നത്. അവിടെ നേരെ തന്നെ നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ചെല്ലേണ്ടത്. ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് അവർ പറയും എന്ത് വേണം. നമ്മളവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു താഴെ ലാബിൽ പോയിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഗ്ലൂക്കോസ് പൊടി വെള്ളത്തിൽ കലക്കി തരും, അത് കുടിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയുള്ള കഠിനമായ വെയിറ്റിംഗിലാട്ടോ. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ പലതും നമ്മളടുത്ത് പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതെ, ഇതാണ് സാധനം. നമ്മുടെ സാധാരണ ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി തരും. നല്ല മധുരമാണ് കേട്ടോ. ചിലവർക്ക് ആ മധുരം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായിരിക്കും. ഞാൻ ആദ്യം ഒരു സിപ്പ് പയ്യെ എടുത്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. എനിക്കങ്ങനെ വലിയ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നിയില്ല. ഞാനൊക്കെ കൊച്ചിയിൽ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചുമ്മാ വെള്ളത്തിൽ പഞ്ചസാര കലക്കി കുടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. എത്ര പേരുണ്ട് അങ്ങനെയെന്നുള്ള കമന്റ് ചെയ്യണം കേട്ടോ. എനിക്കും എൻ്റെ ചേട്ടനും ഇത് തന്നെ സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഞാൻ ഇത് ഇത്ര ഉള്ളൂ, ഇത് സിമ്പിളാണല്ലോ, ഇതിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനത് വേഗം കുടിച്ചു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം നമുക്ക് ബ്ലഡും യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ 2 മണിക്കൂർ അവിടെ ബോറടിച്ചപ്പോഴേക്കും കിച്ചാവൻ നേരെ പോയിട്ട് ഒരു മനസാക്ഷി കുത്തില്ലാണ്ട് പോയി കരിക്ക് കുടിച്ചിരിക്കണം. എന്നോട് അവർ പറഞ്ഞു ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കഴിക്കരുത്, കുടിച്ചിട്ട് ഒന്നും കുടിക്കരുത്, വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. കിച്ചാമനാണെങ്കിൽ കിച്ചൂസ് കട എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു കട തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കരിക്കാണ് അവിടുത്തെ. ഈ EMCയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. ഞങ്ങൾ മിക്കപ്പോഴും പോകുമ്പോൾ കുടിക്കാറുണ്ട്. അപ്പം കിച്ചാമ ഇത്തവണ എന്നെ കൊതിപ്പിച്ച് കുടിക്കുകയാണ്. മാത്രമല്ല എൻ്റെ ബാഗൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് പോകണമായിട്ട് എനിക്ക് എന്തോ ഭയങ്കര കോമഡി ആയിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഹൈ എന്നൊക്കെ പറഞ്ഞ് കണ്ടോ. അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ ഭയങ്കര ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലവർ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ പോയി ഗ്ലൂക്കോസിന് ബ്ലഡൊക്കെ കൊടുത്തു, ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചു കേട്ടോ. ഈവനിങ്ങിലാണ് അവർ നമുക്ക് റിപ്പോർട്ട് തരിക. ഈവനിങ് ആകുമ്പോഴേക്കും നമ്മളോട് വിളിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഈവനിങ് ആയപ്പോൾ നമ്മൾ വിളിച്ചു വെച്ചപ്പോഴേക്കും എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് വലിയ കാര്യമൊന്നുമല്ല. ജസ്റ്റ് പഞ്ചസാര വെള്ളം കുടിപ്പിക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ യൂറിനും ബ്ലഡും ടെസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് തരാം. നമ്മുടെ ബ്ലഡ് ലെവൽ എന്തോരം വരെ പോകും എന്നാട്ടോ നോക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ പോലെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ തൊട്ടടുത്തുള്ള അരിപ്പയിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ റാവുത്തർ ബിരിയാണി, കിച്ചാമൻ നോർമൽ ബിരിയാണിയൊക്കെ കഴിച്ചു. സന്തോഷമായി വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും റിപ്പോർട്ടും കൂടി കേട്ടപ്പോൾ അതിലും സന്തോഷമായി. അപ്പോൾ ഇത് വളരെ വളരെ ചെറിയൊരു വീഡിയോ ആണ്. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.